ഞങ്ങളിങ്ങനെ ഫെർഷിങ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് നല്ലൊരു ഏരിയ ഉണ്ട്. ഏരിയ കണ്ടിട്ട് അവിടുന്ന് കുറച്ച് ആപ്പിൾ വലിക്കാൻ വിചാരിച്ചു. ആപ്പിൾ നല്ല റോസ് ഉണ്ട് റോസ്. ഇവിടെ റോസ് ആ ഒരു ഇതിൽ തന്നെ 3-4 ഇവിടെ കുറേ ആപ്പിൾ കിട്ടും. ഫുൾ ആപ്പിൾ, ആപ്പിളോട് ആപ്പിൾ. ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് ചെയ്യാതെ? സബർ ജെല്ലി. ഒരു ഫോട്ടോ എടുത്തിട്ട് സിയാദിന് ഇടയ്ക്ക് ഫോട്ടോ എടുക്കണം പറഞ്ഞു. ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. സിയാദ് കാണാത്ത സ്ഥലത്തിൽ കൂടെയൊക്കെ കൊണ്ടുപോകണം. സിയാദ് കണ്ട സ്ഥലത്തിൽ കൂടെയാണ് കൊണ്ടുപോകണം. കണ്ട സ്ഥലത്ത് ഞാൻ കുറേ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല പ്ലേസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അവിടേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിപ്പുറത്ത് കുറേ കാണാനുണ്ട്. അതായത് വേറെ ഇവിടെ ഒരു ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് അപ്പുറത്താണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു അരുവി പോലെ ഒരു പുഴ തന്നെ ഒഴുകുന്നുണ്ട്. ഇത് ഡാനൂബാണോ? ഡാനൂബ്. ഇവിടെ കുറച്ച് അമ്മച്ചിമാർ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷെ ഇത് റോഡല്ല. ഇങ്ങനത്തെ റോഡ് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നോക്കും നേരെ. ഹലോ. ഇവിടെയൊക്കെ അപ്പുറത്തെ കുറേ മേലെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ഡെയിലി വാക്കിങ്ങിന് ഇറങ്ങണ പോലെ സൈക്ലിംഗ് ആണ്. ഇപ്പോൾ വയസ്സായില്ലേ, കുറച്ച് ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകേണ്ടി വരും. ശരൺ കുറച്ച് മടിയാണ്. അവനെയും കൂട്ടിയിട്ട് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. അതെ ബാക്കിൽ ശരണ് ഈ വാക്കിങ്ങിനെ കുറിച്ച് നിൻ്റെ അഭിപ്രായം? ആപ്പിൾ തന്ന് നടക്കുക. കുറേ ആപ്പിളൊക്കെ കിട്ടിയിട്ട് ഒരു 5-6 ആപ്പിൾ ബാഗിലിട്ടിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടെ ഇറങ്ങാൻ പറ്റിയ സ്ഥലമുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇതുണ്ട്. ഇവിടെ സർഫിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാം. സർഫിങ്ങിന് സാധനം പുറത്ത് ഇറങ്ങാം. കയാക്കിങ് അല്ല, സർഫിങ് പറഞ്ഞാൽ മറ്റേതാണ്. ആ സർഫ്. അപ്പോൾ കയാക്കിങ് അതുണ്ട്. പക്ഷെ ഇവിടെ വേവ്സ് ഇല്ല. പിന്നെ അവിടെ അത് അപ്പുറത്ത് എന്താ നമ്മളുടെ ഇവർ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എവിടെ? ഹാക്കർ പോഷൻ. അതറിയില്ല. നമ്മളവിടെ പണിയണോ വരുന്നു അത്ര. നേരെ ഇവിടെ നല്ല ഒരു സ്ഥലമായിട്ടുണ്ട്. നേരെ മുകളിൽ അപ്പുറത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു ടാറിട്ട റോഡാണ്. ഇവിടെ നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ബെറ്റിംഗ് ഒക്കെ തുടങ്ങി. ഇവിടെ വൈൻ ഷോപ്പൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് വൈന് മുന്നേ അവിടെ വർക്കിനൊക്കെ വന്നതാണ് ഇവിടെ. ഇവിടെ നല്ലൊരു സ്ഥലം. ഇവിടെ ഇങ്ങനെ വാട്ടർ ലെവലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇടയിൽ ചില ഒരു മാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഏതോ ഒരു മേലെ ഒരു ഹൈവേ ആണ്. ഇതിന് മേലെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. നീ ഇവിടേക്ക് പോകുമ്പോൾ ഇവിടെ വർക്കിന് പോകുമ്പോൾ അവിടെ ചെറിയൊരു ഡാമ് പോലെ സെറ്റപ്പാണ് കേട്ടോ. നമ്മളെവിടെയാണ് വന്നിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ആപ്പിൾ തോട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ഡാം കാണാൻ വന്നിരിക്കുന്നത് ഗൈസ്. ഡാം ഞാനുണ്ട്, സിയാദുണ്ട്, പിന്നെ ഷരനുണ്ട്. ഷരൻ ചേട്ടായി ബിസിയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഒരു ഡാം കണ്ടതിൻ്റെ ഗൈസ്. ഞാൻ ലേശം ബിസിയാണ്. എൻ്റെ വൈഫിന് ഉറക്കം കിട്ടുന്നില്ല. കൊതു കൊച്ചിയിലാണ് കാണണം. നേരെ കൊച്ചി ആയതുകൊണ്ട് തൃശ്ശൂര് പാലക്കാട് കൊതുശല്യം എന്തോ പ്രശ്നമാണ്. രൂക്ഷമായ എന്തോ പ്രശ്നങ്ങൾ അവിടെ എന്തോ വരാൻ പോകുന്നുണ്ട്. മഴയാണ് തോന്നുന്നു.
ഇവിടെ നല്ലൊരു ഡാമുണ്ട് കേട്ടോ. നാട്ടിൽ കാണുന്ന ഒരു ഫീൽ പോലെ തന്നെ ഉണ്ട്, പക്ഷെ കുറച്ച് ചെറുതാണ്. നാട്ടിലത്തെ ഡാമൊന്നുമല്ല, എന്നാലും നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ തടയണാന്ന് പറയും. ആ ഒരു സെറ്റപ്പ്. ഇത്തിരി നല്ല നീളമുണ്ട്. മംഗൾ ഡാമിൻ്റെ അത്ര വരില്ല. ഡാമ സിംഗമാണ്. പിന്നെ അതാ ദൂരെ കാണുന്നത് നമ്മുടെ ടണലാണ്, കുതിരാ ടണലിനെ കാണും. ആ കാണുന്ന ടണൽ ഒരു പിടി മേലെ നിൽക്കും. എവിടെ? അവിടെ. അതെ, അങ്ങ് ദൂരെ. അത് നല്ല നീളമുണ്ട്. ഒരു പയ്യൻ സൈക്കിൾ ഓട്ടി ഫോൺ നോക്കിയിട്ട് വരുന്നുണ്ട്. അവനത് പെണ്ണല്ല, ഒരു പെൺകുട്ടിയാ വരുന്നേ. സോറി, ആൺകുട്ടി തന്നെയായിരുന്നു. അത് ഒത്തിരി പ്രോ ലെവൽ സൈക്ലിംഗ് ആണ്. നേരെ ആ ടണൽ നേരെ 800 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. രണ്ട് പൊട്ടന്മാരുടെ കൂടെ ഏടാ, നീ ഇങ്ങനെ തെറി വിളിച്ചോണ്ട് ഇങ്ങനെ നടന്നോ? ഇതാ മുകളിൽ കാണുന്നത് ഹൈവേ ആണ് കേട്ടോ. ഇപ്പോൾ സമയത്രയെന്ന് ചോദിച്ചാൽ ചേട്ടന് സമയത്രേ 8:45. എന്നിട്ട് എന്താ ഈ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. ചെയ്യാതെ പറഞ്ഞു. ഇത് ഏതാ ഡാം? ഏതാ ഡാമിന്റെ? ഡൊണാബ് റിവറാണെന്നറിയാം. ഡാനൂബിൻ്റെ അതുപോലെ അല്ല, യൂറോപ്പിലെ നമ്പർ 1 അല്ല, നമ്പർ 1 ഒന്നും പറയാൻ പറ്റില്ല. ഏകദേശം നല്ലൊരു ഇവിടെയാണ് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും കൺട്രോളിംഗ് ഒക്കെ ഇവിടെ നിന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് കുറച്ച് ആൾക്കാർ ഫിഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളത് കാണാൻ നിന്നില്ല. കുറേ നല്ല നല്ല മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇടുന്നു, ചൂണ്ടയിടുന്നു, മീൻ കൊത്തുന്നു, വാരുന്നു. ഇതാണ് ഇവിടുത്തെ സ്കീം. പിന്നെ ഇവിടെ എല്ലാവർക്കും പോയിട്ട് മീൻ പിടിക്കാനൊന്നും പറ്റില്ല. അവിടെ ലൈസൻസ്, മീൻ പിടിക്കുന്നതിന് ഫിഷിങ്ങിന് ലൈസൻസ് വേണം. നേരെ പിന്നെ ഈ കൃഷിക്കാർക്കൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വെള്ളം പാസ് ചെയ്ത് വരുന്നുണ്ട്. അത് അപ്പുറത്തുണ്ട്, ആ മീൻ പിടിക്കുന്ന അതിൽ കൂടെ കുറച്ചായിട്ട് വെള്ളമൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അവിടെ കുറച്ച് ആപ്പിളുണ്ട്, ആപ്പിൾ വലിക്കാം. ആപ്പിൾ മരമൊക്കെ അങ്ങനെ ഇടയ്ക്കുണ്ട്. ആപ്പിൾ വലിക്കാം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ കഴിക്കാം. ഇവിടെ നല്ല ഒരു പൂന്തോട്ടം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മുസ്കുട്ടിൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇത് പച്ച ആപ്പിളാണ്, എന്നാലും ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ആപ്പിളൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷെറിന് അവിടെ ഒന്ന് സൈഡായി. അനു വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ അവിടെ സൈഡായി. പിന്നെ ഇടയ്ക്കൊക്കെ ഈ ഇവിടെ ഇങ്ങനെ കുറേ കപ്പിൾസൊക്കെ വരുന്നുണ്ടോ. മേലെ ഹൈവേ ആണ് കേട്ടോ. നേരെ ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. അത് നിറച്ചുണ്ട് കുറേ ആപ്പിൾ നിരത്തി ആപ്പിൾ. അവിടെ റോഡിൻ്റെ സൈഡിലെല്ലാം ആപ്പിൾ ചെടികൾ വെച്ചിട്ടുണ്ട്. എന്താ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ലൊരു വലിയ ട്രാക്ടർ വരുന്നുണ്ട്. അവർ ചെറിയ സ്ഥലത്ത് കൂടെയാണ് പോയത്. സൂപ്പറായി കൊണ്ടുപോട്ടെ. ശരി, ബായ്. പിന്നെ സൈക്ലിംഗ് ഒക്കെ ഇതിൽ കൂടെ ഇങ്ങനെ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ട് തോന്നണം സൈഡിൽ കൂടെ. ഇത് ആ മെയിൻ സാധനത്തിൻ്റെ സബ്ബാണ് കേസ്. എല്ലാ വെള്ളവും അതിൽ കൂടെ വിടാതെ കുറച്ച് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇത് നേരെ എക്സിറ്റിലേക്ക് വഴിയാണ് തോന്നുന്നത്. അവിടെ ഇങ്ങനെ ഒരു തടാകം കൂടി ഉണ്ട്. ഇപ്പുറത്ത് വേറെ അതിൽ
ഇത് നല്ലൊരു വലിയൊരു ബ്രിഡ്ജും കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ അതുപോലെ നമുക്കൊരു ആപ്പിളൊക്കെ വലിച്ച് അധികം വന്ന് ആ സൈഡിലൊക്കെ വന്ന് ഇരിക്കാനുള്ള ഞങ്ങൾക്കൊരു ഓപ്ഷൻസ് ഉണ്ട്. ഈവനിങ്ങിന് നല്ല വൈബിന് പറ്റിയ കുറച്ച് അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെയൊക്കെ. ഇതിനെക്കാട്ടി നല്ല സ്പോട്ട് ലാപ്പേഴ്സിലുണ്ട്. ഇത് പുതിയ റൂമിൻ്റെ അടുത്താണ്, ലാൻഡ്ഷട്ടർ സ്ട്രാസ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ ഡോം കാണില്ല, ഇത്തിരി ദൂരത്തിലാണ്. അങ്ങനെ ഇപ്പോൾ പാലം ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഞങ്ങൾ ബ്രിഡ്ജ് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അത് അങ്ങനെ ഒരു ഹോട്ടൽ സൈഡിലുണ്ട് കേട്ടോ. സിയാദ് ഇതിൻ്റെ മുന്നേ ഇത് വന്നിട്ടുണ്ടോ? ഷരും വന്നിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കേണ്ട ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ രാത്രി പകലൊന്നുമില്ല, അങ്ങനെ എല്ലാ ടൈമും ഇവിടെ ജോഗിങ് ഉണ്ടാവും. ഉച്ചയ്ക്കും കിടന്ന് ഓടും. ഇങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് എവിടെ നോക്കിയാലും ഒരു സാധനം കാണാമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത് ഈ ഡോമിൻ്റെ പള്ളിൻ്റെ ആ കാണുന്നത്. ഇപ്പോൾ ജർമ്മനിയിൽ ഇവിടെ എവിടെ നോക്കിയാലും ഇത് കാണുന്നല്ല. അതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ചുറ്റളവിൽ ഇതെല്ലാം കാണാം. ഇവിടെ ഫോട്ടോ സെഷൻ തുടങ്ങി. ഓ, ആ കാണുന്നത് ഐബിസ് ആണ് കേട്ടോ. ഇവിടെ ഫോട്ടോ സെഷൻ തുടങ്ങി ഗൈസ്. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ബ്രിഡ്ജൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ നേരെ ഹൈവേ പിടിച്ചു. നേരെ ഇനി റൂമിലോട്ട് പോകാനുള്ള വഴിയാണ്. റൂമിലോട്ട് ഏത് റൂമിലോട്ടാണ്? അപ്പോൾ ഞങ്ങൾക്ക് 2 റൂമുണ്ട് കേസ്. ഒന്ന് സിയാദക്കിൻ്റെ റൂമുണ്ട്, ഞങ്ങളുടെ പഴയ റൂമുണ്ട്, സ്വന്തം റൂം. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വന്തമായ റൂം കൂടി ഉണ്ട്. ആ റൂമിൽ എന്നെ കേൾക്കില്ല ഗൈസ്, ഒഴിവാക്കി. അത് അവന് ഞങ്ങളെ പോരാ, ഭാര്യയും കൂടി വേണമെന്ന് പറഞ്ഞു. ഭാര്യയെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സിയാദ്. അതൊന്നുമല്ല ഗൈസ്, എന്നെ ഒഴിവാക്കി. ഭാര്യ വേണോ ഞങ്ങൾ വേണോ ചോദിച്ചപ്പോൾ ഭാര്യ മതി എന്ന് പറഞ്ഞു സിയാദ്. വളരെ മോശമായി. അത് മോശമായില്ലേ? അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞോടാ. ഭാര്യയുടെ കൂടെ 4 മാസം ഗൈസ് ആകെ ഇരുന്നിട്ടുള്ളത്. ഞങ്ങളുടെ കൂടെ 2 കൊല്ലം ആയിട്ടിരിക്കുന്നു. 2 കൊല്ലോ ബാക്കിയാണ്. അപ്പോൾ എന്നോടത്തുള്ളതോ? അയ്യോ, എന്നോടത്തുള്ളതോ 2 കൊല്ലമില്ല, 2-3 കൊല്ലം എന്നിട്ട് ഭാര്യ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ തപ്പിട്ടു അല്ലേ? ശരി, സിയാദിൻ്റെ ആഗ്രഹപ്രകാരം വിട്ടു. അങ്ങനെ ഒരു 1.5 കിലോമീറ്റർ ഉണ്ടോ അല്ലേ? 2 കിലോമീറ്റർ ഉണ്ടോ? 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉണ്ട് റൂമിക്ക്. കരിഞ്ചേട്ടായി ആളുണ്ട് പൈസ പഠിച്ചു തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഈവനിങ് വാക്കിങ്ങായിട്ട് നടന്ന് തടി കുറയ്ക്കാനുള്ള പ്ലാനാണ്. എൻ്റെ അടുത്ത് കൈപ്പെട്ടി തന്നെ നന്നാക്കി എടുത്താണ് വരാൻ. അതെ, ഒരു പൊരിച്ചാക്ക് പോലെ ആക്കി എടുത്ത്. ചിക്കൻ കറി, മീൻ കറി, ബീഫ്. ഇന്ന് ഞങ്ങൾ പോർക്ക് വെച്ചു. ഇന്നലെ പോർക്ക് വെച്ചു. ചേട്ടായുടെ പോർക്ക് അങ്ങനെ പോർക്ക് കറി വരുന്നത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അത് സൂപ്പ് പോലെ ഉണ്ടായിരുന്നു. പോർക്ക് കറി എന്നുള്ള ബേസ് മാത്രമേ ഉള്ളൂ. അവർ അങ്കമാലി സ്റ്റൈൽ പിടിച്ചതാണ്. 2 കസ്റ്റമർ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഭക്ഷണം അല്ലേ? ആ, നൈസായി.
കുറച്ച് എരിവ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കുറവുണ്ട് അല്ലേ? അത് ഒരു മസാല കുറവുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതെന്താ ഇവിടെ ഇടയിൽ വന്നപ്പോൾ ഒരു ഷോപ്പ് ഉണ്ടാവും, മാട്രസാണ്. ആ മാട്രസ് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് ഒരു 949 യൂറോ. ഇത് 650 രൂപ. ജസ്റ്റ് ഈ ഒരു കട്ടിലെടുക്കാൻ 60,000 രൂപ. നാട്ടിലെ കേട്ടോ 60,000 രൂപ. ഇതിന് 1989. 1990 യൂറോ. ആ, അതായത് ഏകദേശം 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. ഇത് മൊത്തത്തിനാണ് കേട്ടോ. ഇവിടെ കമ്പാരിറ്റീവ്ലി കമ്മിയാണ് നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ. നല്ല കർഷകം കിട്ടുമ്പോഴേ. ആ പിന്നെ ഇവിടെ റൂം ചേഞ്ച് ചെയ്തപ്പോൾ അവിടെ ഒറ്റ ഫർണിച്ചർ ഉണ്ടായിരുന്നില്ല. എന്ത് ഫർഷങ്ങൻ എടുത്തു? ആ, ഇപ്പോൾ അവിടെ കുറേ ഫർഷങ്ങൻ ഫർഷങ്ങൻ പറയുമ്പോൾ നമ്മൾ കുറച്ചാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ എടുത്ത് പുറത്ത് കളയും. ഒരു 5 കൊല്ലം ഒരു 4 കൊല്ലമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ അവർ ഇത് ഇങ്ങനെ ഇബേയിലോ ക്ലൈൻ സൈക്കിളിലൊക്കെ ഇങ്ങനെ ഇടും ഫോർ ഫ്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം അപ്പോയിൻമെൻ്റ് എടുക്കും. ജീവിക്കാൻ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹം അതിനെ എന്താ പറയുക, സ്വാഗതം ചെയ്യും അല്ലേ? അതെ, നല്ല മനസ്സോടെ നല്ല പുഞ്ചിരിയോടെ അതിനെ ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്ത് ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കബോർഡ്, അതേപോലെ തന്നെ കൗച്ച്, സോഫ, ബെഡ്, അതെല്ലാം നമുക്ക് റെഡി ആയി തന്നാരാണ്. അതിൻ്റെ മെയിൻ സാധനം എല്ലാം മിക്കതും അല്ല, ഒരു 95% ഇതാ അവിടെ ഇരുന്ന് അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കുക, റെഡിയാക്കുക. പൊക്കല്ലേ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ കുറേ ഫർണിച്ചർ നമ്മൾ ഒഴിവാക്കിയാലും ഷാബിന് നാളെ കാല് കുത്തണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നല്ല വിഷമമായി. ഞാൻ പോട്ടെ പറയും, അങ്ങനെ പറഞ്ഞില്ലേ അത്ഭുതമുള്ളൂ. അത് സ്നേഹം കൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെല്ലാം കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഷാബി ഇല്ലാത്ത സമയങ്ങളിൽ ഫിയാദിക്ക വരവും നോക്കുന്നുണ്ട്. അത് ഷാബി അറിയില്ല, ഷാബി അറിയില്ല. വെറുതെ പറയാട്ടെ ഗൈസ്. ശരി ഗൈസ്, ഞങ്ങളൊന്ന് റൂമിലോട്ട് വെക്കട്ടെ. നല്ല ഇവിടെ ഫുള്ളായിട്ട് ഞാൻ അപ്പുറത്തൊന്നുമില്ല. ആയ 4 അപ്പുറത്തെ ടച്ചാണ് ഗൈസ്. അപ്പം എന്തായാലും റൂമിൽ റെഡ് എന്തായാലും ഒന്ന് റൂമിലെത്തിയിട്ട് കാണാം.